ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ഗുരു ഈ ഭൂതകാല നാഗേക്ഷി എന്ന സങ്കല്പത്തെ മുന്നോട്ട് വെച്ച ആ ഒരു സാഹചര്യം എന്താണ്? അല്ല, ഗുരു ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളിൽ നിന്നിട്ട് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ സമൂഹത്തിന്റെ അവസ്ഥ കൂടി നോക്കിയിട്ടാണ്. ഇപ്പം എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, അവരൊരു വൈക്കത്തെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ എല്ലാ വർഷവും സർപ്പം തുള്ളൽ നടത്തും. സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, സർപ്പം തുള്ളൽ നടത്താറുണ്ട്. അപ്പോൾ സർപ്പം തുള്ളൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വലിയ ബൃഹത്തായ ഒരു പറമ്പിൽ നിന്ന് ഓരോ കഷ്ണം ഓരോ വർഷം മുറിച്ച് വയ്ക്കും സർപ്പം തുള്ളൽ നടത്താൻ വേണ്ടിയിട്ട്. അവസാനം കുടുംബം ഇങ്ങനെ ക്ഷയിച്ച് വരികയാണ്. അപ്പോൾ സർപ്പം തുള്ളൽ നടത്തി നന്നാവുന്ന സ്ഥലത്ത് ഈ സർപ്പം തുള്ളൽ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുടുംബം ക്ഷയിക്കുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ അവിടെ വന്നിട്ട് ഇനി നിങ്ങൾ സർപ്പം തുള്ളൽ നടത്തണ്ട, ആ സർപ്പക്കാവിലെ വിഗ്രഹങ്ങളെ ഓരോന്നും എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വൈക്കം കായലിലേക്ക് ഇട്ടു എന്ന് പറയുന്നത്. എന്നിട്ട് അവരിപ്പോൾ കാവിരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ, ഇപ്പോൾ വിഷസർപ്പക്കാവ്, പൊതുവെ നിരവധി ഈഴവ കുടുംബങ്ങളിൽ നിന്ന് വിഷസർപ്പക്കാവുകളൊക്കെ ഗുരു ഒഴിപ്പിച്ചിട്ടുണ്ട്. പൊതുവെ ഈ വിഷവൈദ്യം എന്ന് പറയുന്നതിന് ഈഴവൈദ്യം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് വിഷസർപ്പക്കാവൊക്കെ ഗുരു ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂതകാല നാഗേഷിയുടെ ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്ന സമയത്ത് ഗുരു ഇതിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ശിവഗിരി മഠത്തിൽ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുടെ രേഖകൾ ലഭ്യമാണ്. ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഗുരു പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് ലഭ്യമാണ്. ശിവഗിരി മഠത്തിന്റെ രേഖയിൽ പോലും പാണാവള്ളി, തളിയാപറമ്പ്, ശ്രീ ഭൂതനാഥ നാഗേക്ഷി ക്ഷേത്രം എന്നാണ് അതിനകത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഭൂതകാല നാഗേക്ഷിയാണ്. അവിടുത്തെ പ്രതിഷ്ഠ ഭൂതകാല നാഗേക്ഷിയാണ്. ഗുരു അവിടെ പ്രതിഷ്ഠിച്ചതാണ്. അവിടെ ആ കുടുംബത്തിലേക്ക് ഗുരു വരുന്ന സമയത്ത് അവിടെ ബലിയോട് കൂടിയിട്ടുള്ള ഒരു ആചരണമാണ് നടന്നത്. അപ്പോൾ ആചരണങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്, ബലിയോട് കൂടിയാണെങ്കിലും എല്ലാ ആചരണങ്ങളും ശ്രേഷ്ഠമാണ്. പക്ഷേ ഈ ആചരണം തെറ്റായിട്ട് ചെയ്തിട്ട് സമ്പ്രദായത്തെ നശിപ്പിച്ചിട്ട് അത് കുടുംബം നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഗുരു പറഞ്ഞു ഈ ആചരണം ഇവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭൂതകാല നാഗേക്ഷി വിഗ്രഹം അത് ഗുരു തന്നെ എടുത്ത് പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തെ ഗുരു അവിടെ എടുത്ത് പ്രതിഷ്ഠിച്ചു കൊടുക്കുകയാണ്. ഗുരു തന്നെ ഈ ഭൂതകാല നാഗേക്ഷി വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു കൊടുത്തിട്ട് ഇവൾ ശിവനും ശക്തിയും ചേർന്നവളാണ്, ഇവൾ ശക്തി മാത്രമല്ല ശിവനും ചേർന്നവളാണ്, നിങ്ങൾ ഇവളെ ആരാധിക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്തല ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ ഗുരു ഭൂതകാല നാഗേക്ഷിയെ, അത് ഔദ്യോഗികമായിട്ട് രേഖയൊന്നുമില്ല, ഭൂതകാല നാഗേക്ഷിയെ ആരാധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ വൈക്കത്തിനടുത്ത് ഉല്ലലടുത്ത് യക്ഷിയമ്പലം, അവിടെയും അവിടുത്തെ ഭൂതകാല നാഗേക്ഷിയും പറ്റിയിട്ടും ഗുരു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഭൂതകാല നാഗേക്ഷി സമ്പ്രദായത്തെ നമ്മൾ പൊതുവെ ഇത് ശിവനും ശക്തിയും ചേർന്നിട്ടുള്ള സങ്കല്പം തന്നെയാണ്. കാര്യം മിക്കവാറും ഭൂതം, കാലൻ, അതിന്റെ മുകളിൽ നാഗേക്ഷി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. ചില സമ്പ്രദായങ്ങളിൽ അതിന്റെ മുകളിൽ നാഗരാജാവിനെ കൂടി കാണാറുണ്ട്. അപ്പോൾ ഈ ഭൂതം എന്ന് പറഞ്ഞാൽ അത് മാറ്ററാണ്, കാലൻ എന്ന് പറഞ്ഞാൽ അത് ടൈമാണ് നമ്മൾ താത്വികമായിട്ട് നോക്കുന്ന സമയത്ത്. അല്ലാതെ ഭൂതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉത്ഭവിച്ചിട്ടുണ്ടോ സമസ്ത ദേവതമാരുടെയും പ്രതിനിധിയാണ് ആ ഭൂതം എന്ന് പറഞ്ഞാൽ. അതിന്റെ മുകളിലിരിക്കുന്ന കാലൻ തന്നെയാണ്, മരണം തന്നെയാണ്. അപ്പം അതിന്റെ മുകളിലാണ് ഈ ഭൂതകാല നാഗേക്ഷി ഇരിക്കുന്നത്. അതിന്റെ മുകളിലിരിക്കുന്ന നാഗേക്ഷി ആയതുകൊണ്ടാണ് ഇതിന് ഭൂതകാല നാഗേക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾ ശിവനും ശക്തിയും ചേർന്നവളാണ്, ഇവളെ ആരാധിക്കുമെന്ന് ഗുരു പറഞ്ഞതാണ്. ഇപ്പം അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ശിവഗിരി മഠത്തിൽ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ഷേത്രത്തിന്റെ വിവരങ്ങളും ലഭ്യമാണ്.